ദൈവം നമ്മളെല്ലാവരും സ്വസ്ഥതയുള്ളവരായിരിക്കണം എന്നാഗ്രഹിക്കുന്ന ദൈവം. സ്വസ്ഥത എന്ന് നമ്മൾ കരുതുമ്പോൾ, നേരത്തെ എന്റെ മനസ്സിൽ സ്വസ്ഥത എന്ന് പറയുമ്പോൾ ഒരു റിട്ടയർമെന്റ് ലൈഫ് കിട്ടിയാൽ കൊള്ളാം എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ സാധാരണ വരുന്നത്. ഇത്രയും കാലമൊക്കെ ജോലി ചെയ്തില്ലേ, ഇനി അല്പം റെസ്റ്റ് വേണം. പക്ഷെ ദൈവവചനത്തിൽ അങ്ങനെ ഒരു സ്വസ്ഥത പറയുന്നില്ല. അങ്ങനെ ഒരു സ്വസ്ഥതയല്ല ദൈവവചനത്തിൽ നമ്മൾ കാണുന്നു. ദൈവവചനത്തിൽ കാണുന്ന സ്വസ്ഥതയെ ഞാൻ ഇങ്ങനെ ഡിഫൈൻ അല്ലെങ്കിൽ നിർവചിക്കാൻ ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്: ദൈവിക സമാധാനത്തിൽ, ദൈവഹിതത്തിൽ വിജയകരമായി സ്വർഗീയമായ ഒന്നിനെയോ കാംക്ഷിച്ച് നോക്കി പാർക്കുന്ന ഒരു ജീവിതത്തെയാണ് ഞാൻ സ്വസ്ഥത എന്നുകൊണ്ട് നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ പറയാം: ദൈവിക സമാധാനത്തിൽ, ദൈവഹിതത്തിൽ വിജയകരമായി സ്വർഗോന്മുഖമായി ജീവിക്കുന്ന ഒരവസ്ഥയാണ് സ്വസ്ഥത എന്ന് ഞാൻ ഹൃദയത്തിൽ കരുതുന്നു. ഇങ്ങനെയൊരു സ്വസ്ഥത, അങ്ങനെയൊരു സ്വസ്ഥതയാണ് യേശു നമുക്ക് വാഗ്ദാനം ചെയ്തത്. പ്രിയപ്പെട്ടവർ, എന്റെ ചോദ്യം ആദ്യം ഇതാണ്: ആർ വി റിയലി വാണ്ട് ടു ബി ഇൻ റെസ്റ്റ്? കർത്താവ് എന്റെ ഹൃദയത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എന്റെ ഹൃദയത്തിൽ ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: ഡു യു റിയലി വാണ്ട് ടു ബി ഇൻ റെസ്റ്റ്? നീ യഥാർത്ഥമായി ദൈവഹിതത്തിൽ റെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? പലപ്പോഴും ഈ ഒരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാറില്ല. നമ്മൾ റെസ്റ്റ് അല്ലെങ്കിൽ സ്വസ്ഥത എന്ന് പറയുമ്പോൾ മറ്റു പലതിനെയോ ചേർത്ത് വെച്ചുകൊണ്ട്, അല്ലെ, കുറച്ച് കാര്യങ്ങൾ നേടിയതിനു ശേഷം ഇനി സ്വസ്ഥമായിട്ടിരിക്കാം എന്നുള്ള ഒരു തലത്തിലേക്കാണ് നമ്മുടെ ഹൃദയം എപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഡു വി റിയലി നീഡ് റെസ്റ്റ്? നമുക്ക് യഥാർത്ഥമായി സ്വസ്ഥത ആവശ്യമാണ്. അതിനാദ്യമായി എന്റെ മനസ്സിൽ വന്ന കാര്യം ഇതാണ്: ആർ വി റിയലി ബിലീവിംഗ്? നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ യേശു നമുക്ക് സ്വസ്ഥത വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ യേശു നമുക്ക് സ്വസ്ഥത തരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, വിശ്വാസം കൂടാതെ നമുക്കൊന്നും നേടുവാൻ സാധ്യമല്ല എന്ന് നമുക്കറിയാം. ഈ സ്വസ്ഥതയും വിശ്വാസം കൂടാതെ നേടുവാൻ നമുക്ക് സാധ്യമല്ല. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ അത് വ്യക്തതയോടെ പറഞ്ഞിട്ടുണ്ട്. ഹീബ്രൂസ് ചാപ്റ്റർ 4 അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 4 verse 1-3. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സ്വതവർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായികൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ലോകസ്ഥാപനത്തിങ്കിൽ പ്രവൃത്തികൾ തീർന്നുപോയ ശേഷവും അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് ഞാൻ എന്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അത് ഇവിടെ പറയുകയാണ്: ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം ഭയപ്പെടുക. അവർ സദ്വർത്തമാനം കേട്ടു, അത് അവരിൽ വിശ്വാസമായി പരിണമിച്ചില്ല. വിശ്വസിച്ചവരായ നാമാണ് സ്വസ്ഥതയിൽ പ്രവേശിച്ചത്. അപ്പോൾ സ്വസ്ഥതയുടെ ഒരു ഫൗണ്ടേഷൻ എന്നുള്ളത് ഇത് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതും, അത് വിശ്വാസത്താൽ നമുക്കും പ്രാപ്യമാണ് അല്ലെങ്കിൽ ലഭ്യമാണ് എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിലില്ലെങ്കിൽ ഈ സ്വസ്ഥത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തേയില്ല. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു അവർ കാനാൻ ദേശത്ത് പ്രവേശിക്കണമെന്നുള്ളത്. ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു, അല്ലെ? അവർ മരുഭൂമിയിലൂടെയാണ് യാത്ര ചെയ്തെങ്കിലും, അവർ ദൈവിക ശബ്ദം കേട്ട് യാത്ര ചെയ്തെങ്കിലും, അവർ ആരും, അല്ലെ, എല്ലാവരും രണ്ടുപേരൊഴിച്ച് ഭാര്യ ആരും ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല. അതിന്റെ പ്രൈമറി റീസൺ, പ്രധാന കാരണം എന്നുള്ളത് അവരുടെ അവിശ്വാസമായിരുന്നു. ദൈവത്തെ അവർ അവിശ്വസിച്ചു. മരുഭൂമിയിലുള്ള യാത്രയിൽ ദൈവത്തെ അവർ അവിശ്വസിച്ചു. ആ സ്വസ്ഥതയിൽ അവർക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ദൈവം എനിക്ക് സ്വസ്ഥത തരും? നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്ന പല കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. അതിൽ നിന്ന് നമ്മൾക്കൊരു സ്വസ്ഥത കിട്ടുമോ എന്നെനിക്ക് സംശയമുണ്ട്. നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ
നമ്മളെ അസ്വസ്ഥപ്പെടുന്ന പല കാര്യങ്ങളുണ്ടാകാം. പക്ഷേ ദൈവം തന്നിരിക്കുന്ന ഒരു സ്വസ്ഥത വിശ്വാസത്താൽ പ്രാപ്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക. ആ വിശ്വാസത്തിലൂടെ അല്ലെ എങ്ങനെയോ ഒരു ജീവിതം തള്ളി നീക്കാം, ക്രിസ്തീയ ജീവിതം തള്ളി നീക്കാം എന്നതിലുപരി ഒരു അടുത്ത തലം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവേ, ദൈവമേ, നീ തന്നിരിക്കുന്ന ആ കാനാന്യ സ്വസ്ഥത എന്റെ ജീവിതത്തിൽ എനിക്ക് വേണം. അത് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ, നീ എനിക്ക് തരും. അത് നിന്റെ വാഗ്ദാനത്തിലുള്ളതാണ്, നിന്റെ വചനത്തിലുള്ളതാണ്. അല്ലെ, കർത്താവായ യേശു ഭൂമിയിൽ ജീവിച്ചപ്പോൾ he was in perfect rest. അവനൊരു യഥാർത്ഥ സ്വസ്ഥതയിലായിരുന്നു. നമുക്ക് കർത്താവിന്റെ ജീവിതത്തിലെ ഒരു 3-3.5 വർഷവും അല്ലെങ്കിൽ ആദ്യത്തെ 1 മുതൽ 12 വരെയുള്ള വർഷങ്ങളിലെ അല്പകാര്യങ്ങളെ അറിയത്തുള്ളെങ്കിലും 12 മുതൽ 30 വരെയുള്ള വർഷങ്ങളിൽ ദൈവം ജീവിച്ചപ്പോൾ ദൈവം പൂർണ്ണ സ്വസ്ഥതയിലായിരുന്നു. ഒരു കാർപ്പന്ററായിട്ട് കർത്താവ് ജോലി ചെയ്തപ്പോഴും ദൈവം ഒരു പെർഫെക്റ്റ് റെസ്റ്റിൽ, ഒരു പൂർണ്ണ സ്വസ്ഥതയിൽ, പിതാവിന്റെ ഹിതത്തിൽ ദൈവം താണിരുന്നു. അവൻ പൂർണ്ണ സ്വസ്ഥതയിലാണ് ജീവിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമതായി, നമ്മൾ ഹൃദയത്തിൽ അല്ലെങ്കിൽ ദൈവിക സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം, we should not fight with flesh and blood. ജഡരക്തങ്ങളോടുള്ള പോരാട്ടം we should stop. ജഡരക്തങ്ങളോടുള്ള പോരാട്ടം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ we will never be in rest. We will be always be in agitated mode. നിങ്ങൾക്കറിയാമോ, ഇപ്പോഴത്തെ വാഷിംഗ് മെഷീനിലുണ്ടെന്ന് എനിക്കറിയത്തില്ല. പണ്ടൊക്കെയുള്ള വാഷിംഗ് മെഷീനിൽ ഒരു മോഡുണ്ട്, അജിറ്റേറ്റഡ് മോഡ്. അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് പോവും. നമ്മള് ജഡരക്തങ്ങളുടെ ഒരു പോരാട്ടമാണ് ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ, അത് നമ്മുടെ ഓഫീസിലാകട്ടെ, വീട്ടിലാകട്ടെ, എവിടെയാകട്ടെ, ജഡരക്തങ്ങളുള്ള ഒരു പോരാട്ടത്തിലാണെങ്കിൽ സ്വസ്ഥത നമ്മൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. എഫേസ്യർക്ക് ലേഖനത്തിൽ 6-ാം അധ്യായത്തില് അവിടെ പിശാചിനോട് എതിർത്ത് നിൽക്കുന്ന കാര്യത്തിൽ അത് പറയുന്നുണ്ട്. അതിന്റെ 12-ാം വചനം, എഫീഷ്യൻസ് ചാപ്റ്റർ 6:12. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും. അതെ, നമുക്ക് ഈ ലോകത്തിൽ ആരോടും പോരാട്ടമില്ല. നമ്മളത് ഉറപ്പിക്കണം. ഈ ലോകത്തില് എനിക്ക് ഒരു വ്യക്തികളോടും ഒരു പോരാട്ടവും ഇല്ല. ജഡരക്തങ്ങളോടുള്ള പോരാട്ടം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ റെസ്റ്റ്, സമാധാനം വരാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹിൻഡ്രൻസ്, തടസ്സം എന്നുള്ളത് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മളോട് ഇടപെടുന്ന വ്യക്തികളാണ് എന്നാണ് നമ്മുടെ ചിന്ത. കാരണം നമ്മൾ കണ്ണടച്ചാലേക്ക് ആരാണ് എന്റെ ശത്രു എന്ന് വിചാരിക്കുമ്പോൾ മറ്റു പല വ്യക്തികളുടെയും മുഖങ്ങളായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ വരുന്നത്, നമ്മുടെ ഉള്ളിൽ മനസ്സിൽ വരുന്നത്. പക്ഷേ നിങ്ങളെ തന്നെ ശോധന ചെയ്താൽ മനസ്സിലാകും, ദ ഗ്രേറ്റസ്റ്റ് ഹിൻഡ്രൻസ് ഈസ് യു യുവർസെൽഫ്. നമ്മുടെ സ്വയമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സമായി നിൽക്കുന്നതെന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് പോരാട്ടം ഒരു വ്യക്തികളോടും ഇല്ല. നിങ്ങൾ വ്യക്തികളോട് പോരാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ സ്വസ്ഥത വേണമെന്ന് പ്രാർത്ഥിച്ചിട്ട് വലിയ കഥയുണ്ടോന്ന് എനിക്ക് എന്റെ എക്സ്പീരിയൻസിൽ തോന്നുന്നില്ല. കാരണം നമ്മൾ വ്യക്തികളോടുള്ള വൈരാഗ്യവും, വ്യക്തികളോടുള്ള മുറുമുറുപ്പും, വ്യക്തികളോടുള്ള പരാതിയും, സാഹചര്യങ്ങൾ ദൈവം അവരെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത് അവരെന്നോട് ശത്രുത്വമുള്ളതുകൊണ്ടാണ് എന്നുള്ള വസ്തുതയും മനസ്സിലാക്കി ജീവിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, സ്വസ്ഥത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ജഡരക്തങ്ങളോടുള്ള പോരാട്ടം നമ്മൾ അവസാനിപ്പിച്ചേ മതിയാവും. അവിടെയാണ് കർത്താവ് നമ്മൾ ആത്മീയ സ്വസ്ഥത, ആത്മീയ അതോറിറ്റി ഇവിടെ പറയുകയാണ്. നമ്മുടെ പോരാട്ടമുള്ളത് ജഡത്തോടും രക്തത്തോടുമല്ല, അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടുമാണ്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചിരിക്കുന്നത്, നമുക്ക് പിശാചിന്റെ മേൽ അധികാരം വേണം, പിശാചിന്റെ മേൽ അതോറിറ്റി വേണം.
ഇത് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മള് ഫ്രണ്ട് ഡോർ വളരെ ടൈറ്റായിട്ട് അടച്ചിടും. പിശാച് എന്റെ ജീവിതത്തിൽ എൻട്രി ചെയ്യാൻ പാടില്ല, ഫ്രണ്ട് ഡോർ അടച്ചിടും. പക്ഷെ ദർ ഇസ് എ ബാക്ക് ഡോർ. ആ ബാക്ക് ഡോർ ആണ് നമ്മൾ മറ്റു വ്യക്തികളോടുള്ള പോരാട്ടത്തിൽ തുറന്നിട്ടിരിക്കുന്നത്. അപ്പം മുമ്പിൽ കൂടെ ആരും വരുന്നില്ല, പക്ഷെ പുറകെ കൂടെ വ്യക്തികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീക്കാണ്. നമ്മൾ ആത്മീയമായിട്ട് ശക്തി ഉള്ളവരായി തീരണമെങ്കിൽ വി ഷുഡ് സ്റ്റോപ്പ് ഫൈറ്റിംഗ് വിത്ത് അതർ ഹ്യൂമൻ ബീയിങ്. മറ്റ് മനുഷ്യ വ്യക്തികളോടുള്ള ഏതു തരത്തിലുള്ള പോരാട്ടമായിക്കോട്ടെ, ഹൃദയത്തിലാകാം, മറ്റു വാക്കുകളിലാകാം, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ സ്പിരിറ്റ് ആകാം, ഏതെങ്കിലും തരം. നിങ്ങളോടെ ആണെങ്കിലും നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളുടെ ബന്ധുക്കളോടാകാം, അയൽവക്കംകാരോടാകാം, ഓഫീസിലുള്ള നിങ്ങളുടെ കൂട്ട് ജോലിക്കാരോടാകാം, അല്ലെ, മാതാപിതാക്കളോടാകാം, ചിലപ്പോൾ മക്കളോടാകാം, സഹോദരങ്ങളോടാകാം. ഇതേതെങ്കിലും രീതിയിൽ നമ്മൾ ഒരു സമരത്തിലാണെങ്കിൽ നമുക്കൊരു ആത്മീയ ശക്തി, ആത്മീയ പോരാട്ടത്തിനുള്ള ശക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. വി ഷുഡ് ഓൾവേസ് ക്ലോസ് ദ ഫ്രണ്ട് ഡോർ ആൻഡ് ദ ബാക്ക് ഡോർ. ഫ്രണ്ട് ഡോർ പിശാചിനോട് നമ്മൾ എതിർത്ത് നിൽക്കുമ്പോൾ, തന്റെ ജീവിതത്തിൽ അവൻ വരാൻ പാടില്ല എന്ന് നമ്മൾ ഉറപ്പിക്കുമ്പോൾ, ഓർക്കണം, വ്യക്തിയോടുള്ള പോരാട്ടങ്ങൾ നമ്മൾ അവസാനിക്കേണ്ടിയിരിക്കും. അതില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും നമ്മൾ വ്യക്തിയോടുള്ള എതിർപ്പായിരിക്കും നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആത്മീയ ശക്തിക്ക് വേണ്ടി സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ, അല്ലെ, അജിറ്റേഷനോട് മാറ്റുവാൻ ഒരു ദൈവം വെച്ചിരിക്കുന്ന ഒരു ദൈവത്തിൽ കാണുന്ന ഒരു വസ്തുത, നമ്മൾ വ്യക്തികളോടുള്ള പോരാട്ടം നമ്മുടെ ജീവിതത്തിൽ അവസാനിപ്പിച്ചേ മതിയാവും. ഇനി മൂന്നാമതായി യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തില് 1 John chapter 2 അതിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഇവിടെ സ്വസ്ഥതയെക്കുറിച്ചൊരു നേരിട്ടൊരു കാര്യം പറയുന്നില്ലെങ്കിലും, നമ്മൾ വിശ്വാസികളായ നമ്മൾ ഉറക്കേണ്ട ഒരു കാര്യം, ഈ ലോകം ഒഴിഞ്ഞു പോകും. ഇറ്റ്സ് എ പാസിംഗ് വേൾഡ്. അത് നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചാൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ ചെറുതായിട്ട് എണ്ണുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ ഈ ലോകത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന കാര്യങ്ങൾ 3 രീതിയിലാണ് വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ജഡമോഹം, കണ്ണിന്റെ മോഹം, പ്രൗഡ് ഓഫ് ലൈഫ്. അതായത് ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെന്നുള്ള ആഗ്രഹം, അല്ലെ, മറ്റുള്ളവരെക്കാൾ ഔന്നത്യം പ്രാപിക്കണമെന്നുള്ള, ഭൗതികമായ ഔന്നത്യം പ്രാപിക്കുന്നുള്ള ആഗ്രഹം, കാണുന്നതെല്ലാം വേണമെന്നുള്ള ആഗ്രഹം, കൺമോഹം, ദ പ്ലഷേഴ്സ് ഓഫ് അവർ ബോഡി. ഈ 3 തലങ്ങളിലൂടെ ലോകം നമ്മുടെ ഉള്ളിൽ കയറും. പക്ഷെ ഓർക്കുക, അത് നമ്മളെ അസ്വസ്ഥരാക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ ഓർക്കേണ്ടിയിരിക്കുന്നു, ഇറ്റ് ഈസ് എ പാസിംഗ് വേൾഡ്. ഇതൊരു മാഞ്ഞു പോകുന്ന ഒരു ലോകമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. നമ്മൾ ഓഫീസിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പലരും ഫിനാൻഷ്യലി സ്ട്രഗിൾ ആയിരിക്കുമ്പോൾ, ഓർക്കുക, ഈ വേൾഡ് ഒഴിഞ്ഞു പോകും. എനിക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഈ ലോകത്തിൽ ആവശ്യമുള്ളൂ. കാരണം നിത്യതയിൽ ഇതിന്റെ ഒരു ഉപകാരവും എനിക്കില്ല എന്നുള്ള ഒരു വസ്തുത നമ്മൾ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ലോകത്തോടുള്ള ഒരു മത്സരത്തിലല്ല. വി ആർ നോട്ട് ഇൻ കോമ്പറ്റീഷൻ വിത്ത് ദ വേൾഡ്, ബിക്കോസ് ഈ ലോകം നശിച്ചു പോകുന്ന ലോകമാണ്. അപ്പൊ ഈ നശിച്ചു പോകുന്ന ലോകത്തിൽ ആശ വയ്ക്കാതെ, അല്ലെ, ദൈവവേഷത്തിലാണ് ദൈവഹിതത്തിലാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ വി വിൽ ബി ഇൻ ഗ്രേറ്റ് റെസ്റ്റ്. നമ്മളൊരു മഹാസ്വസ്ഥതയിലായിരിക്കും.
അതുകൊണ്ട് നമ്മൾ ഉറപ്പിക്കണം, ഈ ലോകം ഒഴിഞ്ഞു പോകും, ഒഴിഞ്ഞു പോയേ തീരും, ഒഴിഞ്ഞു പോരേ തീരും. ഇനി അടുത്തതായിട്ട് ദൈവവചനത്തിൽ ഒരു ഡയറക്റ്റ് റെഫറൻസ് എനിക്ക് പറയാനില്ലെങ്കിലും എന്റെ ജീവിതത്തിലെ ഒരു സ്ട്രഗിളാണിത്. നമുക്ക് സ്വസ്ഥതയിലായിരിക്കണമെങ്കിൽ വി ഷുഡ് ഹാവ് എ ഡിസിപ്ലിൻഡ് ലൈഫ്. ഒരു ചിട്ടയായ അച്ചടക്കമുള്ള ഒരു ജീവിതം നമുക്കൊരു സ്വസ്ഥതയ്ക്ക് ഒരു അടിസ്ഥാനമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ ഡിസിപ്ലിൻഡ് അല്ലെങ്കിൽ അച്ചടക്കമുള്ള ഒരു ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ രാവിലെ 5 തൊട്ട് 6 വരെ പ്രാർത്ഥിക്കുന്നു, 6 തൊട്ട് 7 വരെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും പ്രാർത്ഥിക്കുന്നു, കിടക്കുന്നു എന്നുള്ള ആ ഒരു അർത്ഥത്തിലല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് കർത്താവുമായിട്ടുള്ള ആരാധനയിൽ അല്ലെ വർഷിപ്പിൽ, കർത്താവുമായിട്ടുള്ള ഒരു ഫെലോഷിപ്പിൽ, പ്രാർത്ഥനയിൽ, നന്ദിയിൽ നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് കാര്യം. അതായത് ഒരു സമയക്ലിപ്തത വെച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ. ആർ വി ഹാവ് എ ഡിസിപ്ലിൻഡ് റിലേഷൻഷിപ്പ് വിത്ത് അവർ ഫാദർ ഇൻ ഹെവൻ. വി ഹാവ് എ വർഷിപ്പ് ടൈം. നമുക്കൊരു വർഷിപ്പ് ടൈം ഉണ്ടോ? നമ്മൾ കർത്താവുമായിട്ടുള്ള, യേശുവുമായിട്ടുള്ള, പിതാവുമായിട്ടുള്ള ഒരു ഫെലോഷിപ്പിൽ നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടോ? നമുക്ക് പ്രാർത്ഥനയിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടോ? കർത്താവിന് നന്ദി കരയ്ക്കുന്നതിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടോ? അല്ലെങ്കിൽ വീണ്ടും പറഞ്ഞാൽ കർത്താവിന്റെ വചനധ്യാനത്തിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടോ? ഇങ്ങനെയുള്ള ഒരു ഡിസിപ്ലിൻ, ഒരു അച്ചടക്കം, ഒരു ചിട്ട ഐ തിങ്ക് എന്റെ പ്രായോഗിക ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. വി വിൽ ഗെറ്റ് എ ഗ്രേറ്റ് റെസ്റ്റ്. നിങ്ങളത് പരീക്ഷിച്ചു നോക്കും. ഒരു ചിട്ടയായ ഒരു ക്രിസ്തീയ ജീവിതം പല ആവശ്യമില്ലാത്ത കാര്യങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സങ്കീർത്തനം 46 സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. 46 സങ്കീർത്തനം അതിന്റെ 10-ാം വചനം ഇങ്ങനെയാണ് പറയുന്നത്. 46:10. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളും. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. ഇതിനകത്ത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്. Cease striving. Cease striving. അതായത് സ്ട്രൈവ് ചെയ്യുന്ന അത് അങ്ങ് നിർത്തണം. മലയാളത്തിൽ മിണ്ടാതിരിക്കുക, ബി സ്റ്റിൽ. അതായത് ഒരു സ്വസ്ഥതയിൽ നമ്മൾ അറിയണം നീ എന്റെ ദൈവമാണ് എന്നുള്ള അറിയണം. അല്ലെങ്കിൽ വർഷിപ്പിൽ, ആരാധനയിൽ, സ്വസ്ഥതയിൽ നമ്മൾ സ്ട്രൈവ് ചെയ്യാതെ, അല്ലെങ്കിൽ അത് എന്തോ നേടണമെന്ന് നോക്കാതെ കർത്താവിനോടുള്ള ഫെലോഷിപ്പിൽ ആയിരിക്കണം. അല്ലെ, ദൈവമെന്ന്, നീ എന്റെ ദൈവമെന്ന് അറിയണം. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ദ ലോർഡ്. നമുക്ക് ആ ഒരു കർത്താവിനോടുള്ള ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിലുണ്ടോ? പ്രിയപ്പെട്ടവരെ, യേശു ഭൂമിയിൽ ജീവിച്ചപ്പോൾ കർത്താവിന്റെ എന്നെ അതിശയപ്പെടുത്തിയ ഒരു കാര്യം, കർത്താവ് എപ്പോഴും പിതാവിന്റെ ഹിതം ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്ന വ്യക്തിയായിരുന്നു. ഹി നെവർ ഡിഡ് എനിത്തിങ് ഔട്ട്സൈഡ് ഓഫ് ഹിസ് ഫാദേഴ്സ് വിൽ. കർത്താവിന്റെ പിതാവിന്റെ ഹിതത്തിന് വെളിയിൽ ഒന്നും അവൻ ചെയ്തില്ല. അവന്റെ സഹോദരങ്ങൾ അവനോട് പറഞ്ഞു, നീ യെരൂശലേമിൽ പോണം, എന്നാലേ നിനക്ക് മഹത്വം കിട്ടുകയുള്ളൂ, അവിടെ നിന്നെ വലിയ ഒരാളാക്കും. അപ്പൊ യേശു പറഞ്ഞു, എന്റെ സമയം ഇതുവരെയും വന്നിട്ടില്ല. പക്ഷെ അവൻ പോയി. അവൻ ബോൾഡോടുകൂടി, വളരെ ശക്തിയോടുകൂടി അവിടെ പിതാവിനെ മഹത്വപ്പെടുത്തി വർത്തമാനം പറഞ്ഞു. എങ്കിലും അവൻ പിതാവിന്റെ ഹിതത്തിന് കാതോർത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ സമർപ്പണം, പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടിയുള്ള യേശുവിന്റെ ആ സമർപ്പണം, ആ ഒരു ഡിസിപ്ലിൻ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കാരണം പിതാവിന്റെ
എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്നത് അതുപോലെ ദൈവം സാധിപ്പിച്ചു. ദൈവം പറഞ്ഞു, യേശു പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുന്നതെല്ലാം ദൈവം കേൾക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവന്റെ ഇഷ്ടത്തിന് കീഴിലിരിക്കുവാൻ, അവന്റെ ആ ഹിതത്തിന് കീഴിലിരിക്കുവാനുള്ള ഒരു ആഗ്രഹം, ആ മനോഭാവം നമുക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തിലൊരു റെസ്റ്റിന്, സ്വസ്ഥതയ്ക്ക് കാരണമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മത്തായിയുടെ സുവിശേഷം, നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള വചനമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തില്, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം നമുക്കെല്ലാം അറിയാവുന്ന വചനമാണ്. 29-30. മാത്യു ചാപ്റ്റർ 11 verse 29 and 30. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പി, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകും. ഇവിടെ പറയുകയാണ്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിയും, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടും. പ്രിയപ്പെട്ടവരെ, ഇതൊരു വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു വസ്തുതയാണ് സ്വസ്ഥതയെ സംബന്ധിച്ചോളം. റെസ്റ്റ് കം ബൈ ഹ്യൂമിലിറ്റി, ആൻഡ് ഹ്യൂമിലിറ്റി ബൈ ലുക്കിംഗ് ഇൻ ടു ജീസസ്, ലേണിംഗ് ഫ്രം ജീസസ്. സ്വസ്ഥത താഴ്മയിൽ നിന്ന് വരുന്നു. താഴ്മ കർത്താവിനോടുള്ള, യേശുവിനോടുള്ള നിരന്തരമായ നോട്ടത്തിൽ നിന്നും യേശുവിൽ നിന്ന് പഠിക്കുന്നതിൽ നിന്ന് വരുന്നു എന്നാണ് 29-ാം വചനം നമ്മളോട് പറയുന്നത്. ഇവിടെ നമുക്ക് എന്താണ് സ്വസ്ഥത അല്ലെങ്കിൽ താഴ്മ ഇവിടെ പഠിക്കാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. താഴ്മ നമുക്കിങ്ങനെ കർത്താവ് അങ്ങ് പെട്ടെന്ന് തരുന്നതായിട്ടല്ല ഇവിടെ പറയുന്നത്. താഴ്മ ലേണിംഗ്. നമ്മള് സയൻസും മാത്സും ഒക്കെ പഠിക്കുന്നു, അല്ലെ? പഠനത്തില് അഡീഷൻ പഠിക്കും, സബ്സ്ട്രാക്ഷൻ പഠിക്കും, മൾട്ടിപ്ലിക്കേഷൻ പഠിക്കും, പിന്നെ ജോമെട്രി പഠിക്കും, പിന്നെ കാൽക്കുലസ് പഠിക്കും. അപ്പം അതൊരു തലമുണ്ട്, ഒരു വളർച്ചയിൽ ഒരു തലമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ താഴ്മയിൽ വളരുവാൻ, താഴ്മയിൽ മുതിരുവാൻ നമ്മൾ യേശുവിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ ജീവിതത്തെ അളക്കുന്നത് പലപ്പോഴും ഇങ്ങനെയാണ്. ആർ വി റിയലി സാറ്റിസ്ഫൈഡ്, കണ്ടന്റഡ്? നമുക്കുള്ളതിൽ തൃപ്തരാണോ നമ്മൾ? അല്ലെങ്കിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ തൃപ്തരാണ്? ഒരുപക്ഷെ നമുക്കുള്ളതിൽ നമ്മൾ തൃപ്തരായിരിക്കും, ഭൗതിക ആവശ്യങ്ങളിൽ നമ്മൾ തൃപ്തരായിരിക്കും. അപ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ തൃപ്തരല്ല. പലപ്പോഴും എനിക്ക് വെച്ച ജോലിയല്ല എന്ന് പലപ്പോഴും എനിക്ക് എന്റെ ജീവിതത്തിൽ തോന്നിയിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന ജോലി ഇവിടെയല്ല ഞാൻ ജോലി ചെയ്യേണ്ടിയിരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിള്ളേരോട് ചോദിച്ചാൽ പറയും, ഞാൻ ഈ വീട്ടിലല്ല ജനിക്കേണ്ടിയിരുന്നത്, ഇവിടുന്ന് എവിടെയെങ്കിലും ഒന്ന് വേറെ ഒളിച്ചോടിപ്പോയാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു 10 വയസ്സൊക്കെ ആയിരുന്നു. നമുക്ക് തോന്നിയിട്ടുണ്ടോ, ഈ വീട്ടിലല്ലായിരുന്നു ഞാൻ ജനിക്കേണ്ടിയിരുന്നത്, ഇതൊരു രസമില്ലാത്തൊരു സ്ഥലമാണ്. പക്ഷേ കുഞ്ഞുങ്ങളെ, യു ഷുഡ് ലേൺ ഹ്യൂമിലിറ്റി ഫ്രം ജീസസ്. ബിക്കോസ് മഹത്വവാനായ ദൈവം ഈ നസ്രത്തിലെ മേരിയുടെയും ജോസഫിന്റെയും കീഴിൽ ജീവിക്കുവാൻ തുനിഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളെക്കാളും മാന്യതയോടെ ജീവിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുടെ കീഴിൽ ജീവിക്കുവാൻ നമുക്ക് ബുദ്ധിപ്പെടേണ്ട വലിയ കാര്യമൊന്നുമില്ല. സ്വർഗസ്വനായ ദൈവം, എല്ലാത്തിന്റെയും ഉടയവനായ ദൈവം മേരിയുടെയും ജോസഫിന്റെയും കീഴിൽ ജീവിക്കുവാനുള്ള താഴ്മ കാണിച്ചെങ്കിൽ, നമുക്ക് വെച്ച സാഹചര്യങ്ങളിൽ, നമുക്ക് വെച്ച ചുറ്റുപാടുകളിൽ, നമുക്ക് ദൈവം തന്ന എല്ലാ സാഹചര്യങ്ങളിലും താഴ്മയോടെ ഇരിക്കാൻ നമുക്ക് സാധിക്കും. ദൈവം നമുക്ക് നൽകിയ ഒരു മാതൃക, ഒരു നല്ല മാതൃക അവന്റെ ജീവിതത്തിലേക്ക് വിശ്വസിക്കുന്നു. പത്രോസിന്റെ ലേഖനത്തില് 1 പത്രോസിലെ 5-ാം അധ്യായത്തില്
അതിന്റെ 5-ാം വചനം. ആവണ്ണം ഇളയവരെ മൂപ്പന്മാർ കീഴടങ്ങുവി, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളി. ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താഴ്ന്നിരിപ്പിൻ. അതെ, ബി അണ്ടർ ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്ന്നിരിക്കണം. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്ന്നിരിക്കുക എന്ന് പറയുമ്പോൾ ശക്തവാനായ ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു, അല്ല നമ്മളെ സൂക്ഷിക്കുന്നു എന്നുള്ളൊരു ചിന്ത ഉണ്ട്. അതുണ്ട്, അങ്ങനെയുണ്ട്. എങ്കിലും മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞതിന്റെ മുകളിൽ പറയുകയാണ്, നിങ്ങളുടെ ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. You need to subject to authorities. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥിതിക്ക് കീഴിലിരിക്കണം. അത് നമ്മുടെ വീട്ടിലായാലും ഓഫീസിലായാലും ചർച്ചിലായാലും ഏത് ഗവൺമെന്റ് ആയാലും എന്തായാലും ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥിതിക്ക് കീഴിലിരിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ് ബി അണ്ടർ ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന എല്ലാ സാഹചര്യങ്ങളും, ദൈവത്തിന്റെ കൈയുള്ള എല്ലാ സാഹചര്യങ്ങളിലും കീഴെ തൃപ്തിയോടെ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം ഡ്യൂ ടൈമിൽ നമ്മളെ ഉയർത്തും. അത്രയും വരെ നമ്മൾ ദൈവത്തിന്റെ കീഴിലായിരിക്കണം. ദൈവം നമ്മളെ ഉയർത്തുമ്പോൾ മാത്രമേ നമ്മൾ ഉയരാൻ ആഗ്രഹിക്കാവുള്ളൂ. ദൈവം വെച്ചിരിക്കുന്ന മൈറ്റി ഹാൻഡ് നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ, നമ്മുടെ പ്രയാസമുള്ള സാഹചര്യങ്ങൾ, അല്ലെ, നമ്മുടെ രോഗത്തിന്റെ സാഹചര്യങ്ങൾ, പലതും പ്രാർത്ഥിച്ചിട്ട് നേടുന്നില്ല എന്നുള്ള സാഹചര്യങ്ങൾ, ഈ സാഹചര്യങ്ങളിലെല്ലാം ഓർക്കുക, ഇറ്റ്സ് എ മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴാണ്. അതിന്റെ താഴെ ഇരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. അവിടെയാണ് ഒരു റെസ്റ്റ്. അവിടെയാണ് നമ്മുടെ എല്ലാ ആകുലതകളും അവന്റെ മേൽ ഇടുവാൻ സാധിക്കുന്നത്. ആ റെസ്റ്റില് നമ്മളായിരിക്കണം. ഇനി അടുത്തതായി ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട റെസ്റ്റിന് വേണ്ടി അടിസ്ഥാനമായി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ദൈവം പഠിപ്പിച്ച ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ തന്നെ ദൈവവും ഇതിനുവേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നു. Second Corinthians chapter 12. രണ്ടാം കൊറിന്ത്യൻ 12-ാം അധ്യായത്തില് ഇവിടെ പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസ് ഒരു ശൂലമുണ്ടായിരുന്നു എന്ന് പറയുന്നു. ജഡത്തിലൊരു ശൂലം. അത് വിട്ടുപോകേണ്ടതിന് പൗലോസ് പ്രാർത്ഥിച്ചു. അതിന്റെ 8-9 വായിക്കാം. 12-8-9. അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തിരിഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവർത്തിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതെ, ഇവിടെ പറയുകയാണ് പൗലോസിന്റെ ജീവിതത്തിന് ദൈവം ചില കാര്യങ്ങളൊക്കെ അനുവദിച്ചു. പൗലോസ് അത് പലവട്ടവും പ്രാർത്ഥിച്ചു. പക്ഷെ അവിടെ ദൈവം കൊടുക്കുന്ന മറുപടി, എനിക്ക് നിന്റെ കൃപ മതി, നിന്റെ കൃപ ബലഹീനതയിൽ തികഞ്ഞു വരുന്നുള്ള ഉത്തരമാണ് അവിടെ കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കൃപ ഇറ്റ് ഇസ് മോർ ദാൻ ഇനഫ് ഫോർ us. ഏത് സാഹചര്യങ്ങളെയും നമുക്ക് ഫേസ് ചെയ്യുവാൻ, ഏത് സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുവാൻ മതിയായതാണ് യേശുവിന്റെ കൃപ. അത് നമുക്ക് ലഭ്യമാണ് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ വി ഷുഡ് ബി അണ്ടർ റെസ്റ്റ്. അത് ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. ഒരു പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചിരിക്കാം, തുടർച്ചയായിട്ട് ആഗ്രഹിച്ചിരിക്കാം. ബട്ട് ദൈവത്തിന്റെ ആൻസർ ചിലപ്പോൾ മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു, എന്റെ കൃപ
നിനക്ക് മതി എന്നുള്ളതാണ്. അത് നമ്മളെ സ്വസ്ഥതയിലാക്കും. അത് കഴിഞ്ഞ് പൗലോസ് അതിനുവേണ്ടി പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. പൗലോസ് പറയാണ്, എന്റെ ബലഹീനതയിൽ ഞാൻ ഇനി തൊട്ട് പ്രശംസിക്കും. കാരണം എന്റെ ബലഹീനതയിൽ കർത്താവിന്റെ ശക്തി, അത്യന്തിക ശക്തി കൃപയിലൂടെ തികഞ്ഞു വരുന്നു എന്നറിയുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ നുറുക്കുവാൻ, ബ്രോക്കൺ ആക്കുവാൻ അനുവദിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ താഴ്ന്നിരിക്കുമ്പോൾ കർത്താവിന്റെ കൃപ നമുക്ക് ലഭ്യമാണ്. അത് നമ്മളെ സ്വസ്ഥതയിലാക്കും. അതിനുശേഷം നമ്മൾ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം കർത്താവ് പറഞ്ഞു, എന്റെ കൃപ ഞാൻ നിനക്ക് അധികം ധാരാളമായി തരുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇപ്പോൾ ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന് ആ സാഹചര്യങ്ങളെ മാറ്റുവാൻ ശക്തിയില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? പൗലോസിന്റെ ശൂലം മാറ്റുവാൻ ദൈവത്തിന് ശക്തിയില്ലായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ ദൈവത്തിന് മാറ്റുവാൻ ശക്തിയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു ചൊല്ലിങ്ങനെയുണ്ട്, ബിഫോർ യു ടേക്ക് ഔട്ട് എ ഫെൻസ് ഫസ്റ്റ് ചെക്ക് വെദർ വൈ ദ ഫെൻസ് ഈസ് ദെയർ. ഒരു വേലി പൊളിക്കുന്നതിന് മുമ്പ് ആദ്യം നോക്കണം എന്തിനവിടെ വേലി വെച്ചു എന്ന് നോക്കുക എന്നുള്ളൊരു ചൊല്ലുണ്ട്. ദൈവം വെച്ചിരിക്കുന്ന ഒരു വേലി, ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, അത് നമ്മുടെ നന്മയ്ക്കാണ് എന്ന് നമ്മൾ അറിയുമ്പോൾ കൃപയുടെ ഒഴുക്ക് നമ്മുടെ ജീവിതത്തിൽ തുടങ്ങും. ഓർക്കുക, ദൈവത്തിന്റെ വഴികൾ നമ്മുടെ വഴികളെ പോലെയല്ല. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ഒരു ഡിഫിക്കൽട്ട് ജോലി ബോസിന്റെ കീഴിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്, ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ നമ്മുടെ ആദ്യത്തെ ടെൻഡൻസി എന്നുള്ളത് ഇവിടുന്ന് റിസൈൻ ചെയ്ത് വേറെ ഉള്ളിടത്ത് പോകാനാണ്. ബട്ട് വൈ ഇറ്റ് ഈസ് ദെയർ, അതെങ്ങനെ വെച്ചിരിക്കുന്നു, ഞാൻ ജോലി മാറണ്ട എന്നുള്ള അഭിപ്രായക്കാരനല്ല. എങ്കിലും ഫസ്റ്റ് വി ഷുഡ് ചെക്ക് വൈ വി ആർ ദെയർ. എന്റെ ജീവിതത്തിൽ അതെന്തുകൊണ്ട് അങ്ങനെ അനുവദിച്ചു, എന്തുകൊണ്ട് ഞാൻ ആ സാഹചര്യങ്ങളിൽ ആയിരിക്കുന്നു ആലോചിക്കുക. ഒരു പക്ഷേ ദൈവത്തിന്റെ മറുപടി ഇങ്ങനെയായിരിക്കും, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. ഓർക്കുക, ദൈവത്തിന്റെ വഴികൾ നമ്മുടെ വഴികളെ പോലെയല്ല, നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ദൈവം ചിന്തിക്കുന്നത്. അവസാനമായി നിങ്ങളുടെ ആശ്വാസത്തിനായിട്ട് ഞാൻ പറയട്ടെ, ഗോഡ് ഈസ് സോവറിൻ. ദൈവം എല്ലാത്തിന്റെയും പരമാധികാരിയാണ്. ദൈവം എല്ലാത്തിന്റെയും ഉടയവനാണ്. ദൈവം എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു എന്നുള്ള അടിസ്ഥാനപരമായ ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് നമ്മളെ സ്വസ്ഥതയിലാക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിനെ പീലാത്തോസിന്റെ മുമ്പിൽ നിർത്തിയതിനു ശേഷം പീലാത്തോസ് പറഞ്ഞു, എനിക്ക് നിന്നെ ക്രൂശിക്കുവാനും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാനും എനിക്ക് നിന്നെ വിടുവാനും അധികാരമില്ലയോ എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു പറഞ്ഞ മറുപടി ഇതാണ്, ഉന്നതത്തിൽ നിന്ന് ഒരധികാരവും തന്നിട്ടില്ലെങ്കിൽ യു കനോട്ട് ഡു എനിത്തിങ് ഇൻ മൈ ലൈഫ്. ഉന്നതത്തിൽ നിന്ന്, മോളിൽ നിന്ന്, മേലിൽ നിന്ന് ഒരു അധികാരവും കിട്ടിയില്ലെങ്കിൽ പീലാത്തോസ് നിനക്ക് എന്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഒരു വിശ്വാസിയായ വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവാണ് എല്ലാത്തിന്റെയും സോവറിൻ, കർത്താവാണ് എല്ലാത്തിന്റെയും നിയന്ത്രിതാവെന്നുള്ള ആഴമായ ബോധ്യത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു റെസ്റ്റിലായിരിക്കാൻ, നമുക്ക് സ്വസ്ഥതയിലായിരിക്കാൻ നമുക്ക് സാധിക്കും. കാരണം ദൈവം എല്ലാത്തിന്റെയും നിയന്ത്രിക്കുന്നു. യെശയ്യാപ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാനാണ്, എന്റെ വായാണത് കൽപ്പിച്ചത്, അത് അതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരത്തില്ല. ഇറ്റ് വിൽ നെവർ റിട്ടേൺ വോയിഡ്. അത് അതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരത്തില്ല. മൈ മൗത്ത് ഹാസ് സ്പോക്കൺ ഇറ്റ്. എന്റെ വായാണ് സംസാരിച്ചത്. കർത്താവിന്റെ സോവറിനിറ്റിയിൽ നമുക്ക് ആശ്രയിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം പറയുന്ന പോലെ നമ്മൾ വിശ്വസിക്കാം, ദൈവം നമ്മൾ റെസ്റ്റ് തരുമെന്ന്. റെസ്റ്റ് കർത്താവിന്റെ ഹിതമാണെന്ന് നമ്മൾ ആഗ്രഹിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ
നല്ല ചില ആഗ്രഹങ്ങൾ ഉൾപ്പെടുപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥനായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org